1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവർ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായത്. നമുക്കറിയാവുന്ന പോലെ പ്രമുഖ ചിത്രങ്ങളുടെയൊക്കെ സംവിധായകരാണ് ഇരുവരും എന്നുള്ളതാണ്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇവരെ പിടികൂടിയിരുന്നത്. ശരൺ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന നടത്തിയത്. അതിന് പിന്നാലെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ സംവിധായകർ പിടിയിലാവുകയായിരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും നിർണായകമാവുക വൈദ്യ പരിശോധനാ ഫലം തന്നെയാണ്. എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നുകൂടി നമ്മൾ തേടിയിരുന്നു. ഏറ്റവും നിർണായകമായത് എക്സൈസിൽ ലഭിച്ച വിവരങ്ങൾ തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ഫലങ്ങൾ നിർണായകമാണ്. ഇവർ നിരന്തരം ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ കണ്ണികൾ അത് സിനിമാ മേഖലയിലേക്ക് കൂടി നീളുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കേസുകൾക്ക് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഇത്തരത്തിൽ എങ്ങനെയാണ് ലഭിച്ചത് ഹൈബ്രിഡ് കഞ്ചാവ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ തേടിയിരുന്നു രണ്ടുപേരുടെയും. എന്നാൽ ഇരുവരും ഒന്നും പ്രതികരിക്കാതെ മടങ്ങുകയാണ് ഉണ്ടായത്. ശരത്ത്, ഞാൻ ചോദിച്ചത് അത് തന്നെയായിരുന്നു. നമുക്ക് ഈ നിലവിൽ ഈ കേസുകളെ ബന്ധിപ്പിക്കാവുന്നതൊന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ശ്രീനാഥ് ബാസി ഒപ്പം ശ്രീനാഥ് ബാസി ഉൾപ്പെടെയുള്ള നായകരിലേക്ക് അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്കൊക്കെ അന്വേഷണം നീളുന്നതിനിടയിലാണല്ലോ ഇപ്പോൾ സംവിധായകർ കൊച്ചിയിൽ പിടിയിലാകുന്നത്. എക്സൈസിന് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സിനിമാ മേഖലയിലേക്ക് ഈ ലഹരി എത്തുന്നത് എന്നത് സംബന്ധിച്ച് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികൾ നിർണായകമായ വിവരങ്ങളാണല്ലോ നൽകിയിരുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രധാനമായി അന്വേഷണ സംഘം അന്വേഷിച്ചു വരുന്നത് ഈ സിനിമാ മേഖലയിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളായ തസ്ലിമ സുൽത്താൻ അടക്കമുള്ള പ്രതികൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമാ മേഖലയിൽ ആരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ആരൊക്കെയാണ് മേഖലയിലേക്ക് ലഹരി കൊണ്ടുവരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എക്സൈസിന് നേരത്തെ തന്നെ പല വിവരങ്ങളും ലഭിച്ചതാണ്. പ്രത്യേകിച്ച് തസ്ലിമ സുൽത്താനിൽ നിന്ന് അത്തരം കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം താരങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി എക്സൈസ് നീങ്ങുകയും ചെയ്തത്. ഒപ്പം സിനിമാ മേഖലയിൽ വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ലഹരി ഇടപാട് നടത്തുന്നവരുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം എക്സൈസ് ഏർപ്പെടുത്തിയിരുന്നു. അതായത് ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ള തസ്ലീമയുടെ അടക്കം മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ കൂടി നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം എക്സൈസ് നേരത്തെ തന്നെ ഏർപ്പെടുത്തിയതാണ്. ഒരുപക്ഷെ അതിന്റെ കൂടി ഫലമായിട്ടായിരിക്കാം ഇവരെ ഇത്തരത്തിൽ പിടികൂടാൻ എക്സൈസിന് സാധിച്ചിട്ടുണ്ടാവുക. അതായത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച് കൃത്യമായ ധാരണ എക്സൈസിനുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും പുറമെ സിനിമാ മേഖലയിലെ താരങ്ങൾക്കും സംവിധായകരടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ അങ്ങനെ നിരവധി ആളുകൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ള മൊഴി തസ്ലീമയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെയും പേരാണ് തസ്ലീമ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായാലും എക്സൈസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ കൂടി ഫലമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ എന്തായാലും ഇവരെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടാവുക. നിലവിൽ എന്തായാലും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഈ രണ്ട് താരങ്ങളെയും എക്സൈസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. പ്രധാനമായും ഇത് തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. എവിടെ നിന്നാണ് സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തുന്നത്, ഒപ്പം ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത്, ലഹരിക്ക് അടിമകളായ താരങ്ങളോ മറ്റണിയറ പ്രവർത്തകരോ ഒക്കെ ഉണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇവരെ ചോദ്യം ചെയ്യാൻ എക്സൈസ് ഒരുങ്ങുന്നത്. ചോദ്യാവലി അടക്കം തയ്യാറാക്കി ഇവരെ ഈ തിങ്കളാഴ്ചയാണ്, അതായത് നാളെയാണ് ഈ ഇരു താരങ്ങൾക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒപ്പം മോഡലായ കൊച്ചി സ്വദേശിയെ മറ്റൊരു പെൺകുട്ടിക്ക് കൂടി അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തസ്ലീമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ അഞ്ചു പേർക്കാണ് നോട്ടീസ് അയച്ചതെങ്കിലും ഇത് സിനിമാ മേഖലയിലുള്ള അല്ലെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന 5 പേർക്കാണ് നോട്ടീസ് അയച്ചത്. പക്ഷേ ഇതിനു പുറമെ പലരെയും അന്വേഷണ സംഘം ഇതിനകം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നോട്ടീസ് അയക്കാതെ തന്നെ ഈ തസ്ലീമയുടെ മൊഴിയുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ പലരെയും ചോദ്യം ചെയ്തിരുന്നു. ഈ ലഹരി ഇടപാട് പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള അത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. അതിലൊരു പ്രധാന കണ്ണി തസ്ലീമയായിരുന്നു. പക്ഷേ തസ്ലീമ പിടിയിലായ ശേഷവും ഇത്തരത്തിൽ ലഹരി മരുന്ന് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നടക്കം ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യം. അങ്ങനെ ഇത് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നതിൽ ഒരു വലിയ കണ്ണിയുണ്ട്. അത് വിദേശ ലഹരി മാഫിയ സംഘവുമായി കേന്ദ്രീകരിച്ച് രാജ്യത്തേക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള നിരോധിത ലഹരി വസ്തുക്കളും മറ്റും എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ച്
എക്സൈസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലേക്കാണ് ഇത്തരം ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള മാരക ലഹരി മരുന്ന് വസ്തുക്കൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് വിറ്റുപോകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ എക്സൈസിനൊരു വ്യക്തത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ എന്തായാലും ഈ ഇരുവരെയും ഇപ്പോൾ എന്തായാലും എക്സൈസിന് പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവുക.